അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം ലോകം എന്നല്ല, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യരും ഫലസ്തീൻ ജനതക്കൊപ്പം നിൽക്കുമ്പോൾ ചിതറിത്തെറിക്കുന്ന പിഞ്ചോമനകളുടെ ചോരത്തുള്ളികൾ കണ്ട് ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ശത്രുവിനെ പരാജയപ്പെടുത്താനും പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾക്ക് ലഭിക്കാനും ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പിന് ശക്തി പകരാനും പ്രാർത്ഥനാ നിരതരാകുമ്പോൾ വാർദ്ധക്യത്തിൻ്റെ ജരാനരകളിൽ ഉഴഴുമ്പോഴും ജൂതന്മാർക്ക് വേണ്ടി ഓശാന പാടുന്ന ചില ആളുകളെ നാം കാണേണ്ടി വരുന്നു. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇസ്ലാമിനെ തകർക്കാൻ ജൂതനുണ്ടാക്കിയ സംഘമാണത് എന്നത് തന്നെയാണ്. ഫലസ്തീൻ മക്കൾ അവരുടെ ഈമാനിക ആവേശം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത മഹബത്ത് അവർ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ഈ ലോബികൾക്കത് സഹിക്കാനാവുന്നില്ല, രസിക്കുന്നില്ല. തങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് ഇത്തരം ഒച്ചവക്കലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തീമഴ പോലെ ബോംബ് വർഷിക്കുമ്പോഴും സ്വന്തം കൈകൾ കൊണ്ട് പ്രിയപ്പെട്ടവരുടെ ധാരാളം മയ്യത്തുകൾ മറവ് ചെയ്യേണ്ടി വരുമ്പോഴും ഈമാനികാവേശം അവർക്ക് കൂടുകയാണ്. മുത്തുനബിയെ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം അവർ മദ്ഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടു നോക്കൂ, അവർ മദ്ഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആശുപത്രിയിൽ വെച്ചുകൊണ്ട് കൂട്ടമായിരുന്ന് മുത്ത് ഹബീബിനെ കുറിച്ച് മദ്ഹ് പാടിക്കൊണ്ടിരിക്കുന്നു. മർഹബൻ യാ ഖൈറദാ طلع النور المبين نور خير المرسلين نور أمن وسلام نور حق ويقين طلع البدر علينا من ثنيات الوداع وجب. ഇതൊക്കെ കാണുമ്പോൾ തന്നെയാണ് ഇത്തരം ആളുകൾക്ക് കലി കയറുന്നത്. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ആശയം ശരിയല്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒച്ചപ്പാടുകളും ബഹളങ്ങളും അവരുണ്ടാക്കുന്നത്. എത്ര ക്രൂരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. ഇത് ഇത്തരം ആളുകൾക്കല്ലാതെ പറയാൻ സാധിക്കില്ല. ഖുദ്സ് ഫലസ്തീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും, ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും ഖുദ്സിന്റെ മെഹ്റാബ് ഷിയാക്കളുടെ കയ്യിൽ വന്നുകൂടാ, അത് ഇറാന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമ്മാസിന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമ്മാസിന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമ്മാസിന്റെ കയ്യിൽ വന്നുകൂടാ. ഖുദ്സിന്റെ നാലാലത്തെ അവരെത്തിച്ചൂടാ. ജൂതൻ ഖുദ്സിൽ കയറി കളിച്ചാലും ശരി, ജൂതൻ ഖുദ്സിൽ കയറി കളിച്ചാലും ശരി, ജൂതൻ ഖുദ്സിൽ കയറി കളിച്ചാലും ശരി.